ഇപ്പോൾ ഡോക്ടർമാരുടെ വിശദീകരണം സൂപ്രണ്ടിന്റെ പ്രതികരണമാണെന്ന് തോന്നുന്നു നേരത്തെ വന്നത്. അദ്ദേഹം പറയുന്നത് ചികിത്സ കൃത്യമായി നൽകി എന്നാണ് താൻ കരുതുന്നത് എന്നാണ്. കൃത്യമായി അതിൻ്റെ ഒരു ധാരണ ആ ഡോക്ടർക്കില്ല എന്ന് വേണം പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. മാത്രമല്ല മരിച്ചയാൾ തന്നെ മുൻപ് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. വെറുതെ ഒരു ആരോപണമല്ല, താൻ അനുഭവിച്ചത് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. വെറും നിലത്താണ് ആ ഹൃദ്രോഗി കിടന്നിരുന്നത് എന്നുള്ള കാര്യം കൂടി പുറത്തു വരികയാണ്. ഇതിനോടൊക്കെ വ്യക്തമായ മറുപടി നൽകുന്നുണ്ടോ ഡോക്ടർമാർ? സ്മൃതി, വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കാർഡിയോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ മാത്യു ഐപ്പ് തന്നെയാണ് വിശദീകരണവുമായി ഇന്ന് രംഗത്തെത്തിയിരിക്കുന്നത്. വളരെ വലിയ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് വകുപ്പ് മേധാവി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത്, നമ്മൾ ആദ്യഘട്ടം മുതൽ ഈ വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കൊല്ലത്ത് നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ട് എന്തുകൊണ്ട് ആൻജിയോഗ്രാം നടത്തിയില്ല എന്നുള്ള ചോദ്യമാണ് ഇതിൽ പ്രധാനമായി ഉയർന്നു വന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ വകുപ്പ് ഇപ്പോൾ പറയുന്നത്, അദ്ദേഹത്തിന് 31-ാം തീയതി കൊല്ലത്ത് വെച്ചിട്ടാണ് നെഞ്ചുവേദന വരുന്നത്. 1-ാം തീയതി, അത് 24 മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. ഇവിടെ എത്തി പരിശോധന നടത്തി ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് അത് തലേദിവസം വന്നതാണ് വേദന. അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ പിന്നിട്ടിട്ട് 1-ാം തീയതിയാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുന്ന പേഷ്യന്റിന് ആൻജിയോഗ്രാം ചെയ്യാൻ കഴിയില്ല. അത് മറ്റു കോംപ്ലിക്കേഷൻസ്, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ അത്തരം രോഗികളിൽ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഈ ആൻജിയോഗ്രാം എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യുമ്പോൾ അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമുണ്ടാക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് 24 മണിക്കൂർ കഴിഞ്ഞതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറ്റ് മരുന്നുകൾ, അത് ആസ്പിരിൻ അടക്കമുള്ള മരുന്നുകൾ നൽകി അദ്ദേഹത്തെ പരിശോധിച്ചിരുന്നത് അതുകൊണ്ടാണ് എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം വന്നപ്പോൾ ഷുഗർ ഉണ്ടായിരുന്നു, പ്രഷർ ഉണ്ടായിരുന്നു, ക്രിയാറ്റിൻ ലെവൽ അടക്കം കൂടുതലായിരുന്നു. അപ്പോൾ ക്രിയാറ്റിൻ ലെവൽ കൂടുതൽ നിൽക്കുന്ന ഒരു പേഷ്യന്റിന് പ്രത്യേകിച്ച് ആൻജിയോഗ്രാം അടക്കമുള്ള പ്രൊസീജിയറുകൾ ചെയ്യുമ്പോൾ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വകുപ്പ് മേധാവി പറഞ്ഞിരിക്കുന്നത്. പ്രാഥമികമായി കാർഡിയോളജി വിഭാഗത്തിൽ ഒരു അന്വേഷണം നടത്തി യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നും ഇപ്പോൾ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. സ്മൃതി.